ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കൂടെ ഒരു ട്രെയിനർ ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. സെയിൽസ് ആൽക്കമി എന്ന പേരിൽ ഓൺലൈനായിട്ടൊക്കെ സെയിൽസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ ഓഫ്ലൈനായിട്ടും ധാരാളം ആളുകൾക്ക് ബിസിനസ് മേഖലയിലും മറ്റ് എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പരിശീലകൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേര് ബൈജു വൈദ്യക്കാരൻ, ഈസ് ഫ്രം വരന്തരപ്പള്ളി. ഹായ് സർ. ഹായ് ഹായ് നമസ്കാരം. നമസ്കാരം. ഈ ആഡ് ഓൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് അധ്യാപകർക്കും കുട്ടികൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ സാറിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സാറിൻ്റെ അറിവ് പകർന്നു കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇൻസ്പിറേഷൻ സാറിന് തോന്നാനും ഒപ്പം തന്നെ ആഡ് ഓൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം തുടങ്ങുവാനുണ്ടായ കാര്യം എന്ന് പറയാമോ? അത് വലിയൊരു കഥയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയ്ക്ക് മാത്രം വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. ഞാനൊരു 2009 മുതൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആക്സന്റ് ട്രെയിനിങ്ങും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും പാരൻസിനും മറ്റു പ്രൊഫഷണൽസിനും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഓൺലൈനിൽ നമുക്കൊരു വലിയൊരു റീച്ച് കിട്ടിയതും കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയതും കോവിഡ് വന്നതിന് ശേഷമാണ്. ഏതാണ്ട് ഒരു 2000-ന് മേലെ ആളുകൾക്ക് നേരിട്ട് ക്ലാസ് എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അതിലൂടെ നമുക്ക് ധാരാളം ആളുകളുടെ ഇംഗ്ലീഷിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഓക്കെ സാർ, ഇപ്പോൾ ഈ കാലയളവിൽ എത്ര ആൾക്കാരിൽ സാറിൻ്റെ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനുമായിട്ടുള്ള ഒരു കാര്യം സാറ് പകർന്നു കൊടുത്തിട്ടുണ്ടോ? അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എണ്ണാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് നമുക്ക് അത്രമാത്രം ആളുകൾക്ക് നമ്മളിലേക്ക് ഗ്രൂപ്പായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ധാരാളം ആളുകളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു തൃപ്തി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ ഇംഗ്ലീഷിൽ വലിയ മാറ്റം ഉണ്ടാക്കും. കുറേ ഇങ്ങനെ അറിവ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് അവരുടെ മുന്നിൽ ലെക്ചർ ചെയ്ത് അവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവരുടെ ഇംഗ്ലീഷിൽ അവരുടെ കോൺഫിഡൻസ് ലെവലിൽ വലിയ മാറ്റം വരുത്താൻ പറ്റി, അവർ നോളജബിളായി. അത് നമുക്ക് കിട്ടുന്ന ചെറിയ സമയത്തിനുള്ളിൽ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമുക്ക് ഇനിയും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. മനസ്സിലായില്ല? അതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക. രാജേഷ് സാറ് നിസ്സാരക്കാരനല്ല. ആയിരക്കണക്കിനോ 10,000-കണക്കിനോ പേർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ വാതിലുകൾ തുറന്നു വിട്ട് അവരെ ആ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ള മേഖലയിലേക്ക് എത്തിച്ച മഹത് വ്യക്തിയാണ് സാറേ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ വൊക്കാബുലറിയുടെ ഒരു കളക്ഷൻ വേണമെന്ന് കേട്ടത് അത് സത്യമാണോ? അതെങ്ങനെയാണ് നമുക്ക് അതല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയാമോ? അത് ഹൗ ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് എന്നുള്ളൊരു വലിയൊരു ടോപ്പിക് ഉണ്ട്. എങ്ങനെ നമ്മളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എടുത്തു പറയുന്ന കുറേ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ് താങ്കളിപ്പോൾ ചോദിച്ച വൊക്കാബുലറി, ഹൗ ടു ഇംപ്രൂവ് വൊക്കാബുലറി എന്നുള്ളൊരു വിഷയം. അതിൽ എനിക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായം ഉള്ളത്, വേർഡ്സ് എന്ന് പറയുന്ന ഏത് ഭാഷയിലും നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഒരു പദസമ്പത്ത് വേണം. എന്നാലാണ് ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഓക്കെ നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് നമ്മൾ അത്ര കെയർ ചെയ്യാറില്ല. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ കെയർ ചെയ്യാറില്ലെന്നല്ല, കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് നമ്മളത് അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പലപ്പോഴും വൊക്കാബുലറിയും എൻ്റെ മോശമാണ് എന്ന് ധാരാളം ആളുകൾ അഭിപ്രായം പറയാറുണ്ട്. എന്താണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തതിന് കാരണം, അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പറയുന്ന കാരണങ്ങളിൽ ഒന്ന് എനിക്ക് വൊക്കാബുലറി ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷനിൽ വളരെ വിലപ്പെട്ട ഒരു പോയിന്റായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. വേർഡ്സ്, അതായത് വേർഡുകളായിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഉദാഹരണം ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുക, എന്തായിരിക്കും അതിൻ്റെ വേർഡ്? ഇംഗ്ലീഷിൽ അതിനെ ഇപ്പം മലയാളത്തിൽ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ അതിൻ്റെ വേർഡ് എന്തായിരിക്കും? ബൈസാർ എന്ന് പറഞ്ഞ് എന്തായിരിക്കും അതിൻ്റെ വേർഡ് അറിയാമോ ആൾക്ക്? പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ട്. സിയിൽ നിന്ന് ആരംഭിക്കുന്ന വേർഡ്, അത് കേട്ടിട്ടുണ്ടാവും എന്തായാലും സാർ, കേട്ടിട്ടുണ്ടാവും. കൺവിൻസ് എന്നുള്ളൊരു വേർഡ് കണ്ടോ? അറിഞ്ഞിട്ടും നമുക്കത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, 1000 വാക്കുകൾ അറിയാമെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന്. അല്ല, അത് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇത് ഓർമ്മിപ്പിച്ചാൽ നന്നായി. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പൊ പറയുന്നില്ല. അതായത് എത്ര വേർഡ് ഇംഗ്ലീഷിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യൽ എളുപ്പമല്ല. പക്ഷെ അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം വായിക്കുമ്പോൾ അതിൽ എത്ര വേർഡ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, എഴുതുമ്പോൾ നമ്മൾ അതിൽ എത്ര വേർഡ്സ് ഉപയോഗിക്കും, സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര വേർഡ്സ് ഉപയോഗിക്കുന്നുള്ളതിന് കറക്റ്റ് ഏതാണ്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു കണക്കുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. ശരിക്കും നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച്, 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ആയിരക്കണക്കിന് വാക്കുകൾ ഉണ്ടായിരിക്കില്ലേ. കറക്റ്റ് ടൈമിൽ ഏതാണ് വേണ്ടത് എന്നുള്ള ആ ഓർമ്മ വരാത്തതല്ലേ അതാണ്.
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കളിപ്പോൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതായത് ഒരു വേർഡ് നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു, ബട്ട് അതിനുശേഷം നമ്മളത് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാത്ത ഒരു കാര്യവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പലരും, ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ പറഞ്ഞ വേർഡ് തന്നെ എടുക്കുക, കൺവിൻസ്, പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, മനസ്സിലാക്കുക. അപ്പോൾ ചെറിയ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, കൺവിൻസ് മനസ്സിലാക്കുക, കൺവിൻസ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, കൺവിൻസ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെ പല ആവർത്തി വായിച്ച് അത് ബൈഹാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സാമിൽ വേണേൽ റിസൾട്ട് കിട്ടും. പരീക്ഷയ്ക്ക് കൺവിൻസിന്റെ മീനിങ് എഴുതാൻ പറഞ്ഞാൽ ഏറെ കറക്റ്റ്. പക്ഷേ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ച് വരില്ല. അപ്പൊ അതിന് അതാണ് അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേർഡ് നമ്മൾ എന്ത് ചെയ്യണം, സെന്റൻസുകളിൽ പ്ലേസ് ചെയ്യണം. വി ഹാവ് ടു യൂസ് ദീസ് വേർഡ്സ് ഇൻ സെന്റൻസസ്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഐ കുഡ് നോട്ട്, അല്ലെങ്കിൽ ഐ കുഡിൻ കൺവിൻസ് ഹിം, ഐ കുഡ് നോട്ട് കൺവിൻസ് മൈ പാരൻസ്. നീ എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കും? ഹൗ ക്യാൻ യു കൺവിൻസ് ഹിം? അപ്പൊ നമ്മൾ ആ വാക്ക് കുറെ യൂസ് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് ഏത് സമയത്ത് സന്ദർഭത്തിലാണെങ്കിലും അവസാനം ഓർമ്മ. അതാണ് ആ ഫീല് നമുക്ക് വരുന്നുണ്ട്. ആ വേർഡിന്റെ ഒരു അർത്ഥതലം അല്ലെങ്കിൽ അതിന്റെ ഒരു അതുണ്ടാക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട്, അത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നത് ഇത് വാചകങ്ങളിൽ യൂസ് ചെയ്യുമ്പോഴാണ്. ശരിക്കും മലയാളികളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ ഈസിയാണ്. കാരണം ഒരുപാട് പദസമ്പത്ത്, വേർഡ് പവർ ഉള്ള ആൾക്കാരാണ് മലയാളികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ. പക്ഷെ എന്നിട്ടും അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാരണമാണ് സാർ ഇപ്പൊ കൃത്യമായി പറഞ്ഞത്. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ഈസിയാണ്. അപ്പോ ആഡ് ഓൺ അതിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആ രീതിയിൽ അവരെ സംസാരിപ്പിക്കുന്നു. ആഡ് ഓൺ ചെയ്യുന്നതാണ്. ആഡ് ഓൺ 20%, മാക്സിമം 40% ആണ് നമ്മളുടെ ഭാഗത്തുനിന്നുള്ള ലെക്ചറിങ്. ബാക്കിയെല്ലാം പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. അത് ശരിക്കും 2080 എന്ന് പറഞ്ഞൊരു ഫോർമുല ചിലപ്പോൾ സാറൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ 80% പഠനവും 20% പ്രാക്ടീസുമാണ് ഈ കാര്യത്തിൽ ചെയ്യുക, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. പക്ഷെ നമ്മളത് റിവേഴ്സ് ചെയ്യണം. അതായത് 20% പഠനവും 80% പ്രാക്ടീസും കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്കതിൽ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയാണെന്നുള്ളൊരു തോന്നലുണ്ടാവുന്നതും. റിയൽ സിറ്റുവേഷൻ വരുമ്പോൾ, ക്ലാസ്സിൽ റിയൽ സിറ്റുവേഷൻ അല്ലല്ലോ, ക്ലാസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ പോയി, അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്കിൽ ഒരു ലോണിന്റെ കാര്യത്തിനോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയ കാര്യത്തിൽ ബാങ്ക് മാനേജറോട് എന്ത് സംസാരിക്കും? അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം ആ സാഹചര്യം. എന്നിട്ട് മനഃപൂർവ്വം സംസാരിപ്പിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഓപ്പൺ എൻ അക്കൗണ്ട് സർ, ഹൗ ക്യാൻ ഐ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിപ്പിക്കുകയാണ്. പക്ഷെ അത് ഒരു റിഹേഴ്സൽ പോലെയാണ്. നമ്മൾ മുൻകൂട്ടി കാണുകയാണ് നമ്മൾ ഇനി കടന്നു പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിരന്തരം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവണം. അപ്പോൾ അത് റിയൽ സിറ്റുവേഷൻ ആയിട്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ അവിടെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പെർഫോം ചെയ്ത്. സാർ ഇപ്പൊ തന്നെ സംസാരിച്ചപ്പോ ഭാഷയുടെ ആ ഒരു ശുദ്ധി, ആ ഒരു ഫ്ലുവൻസി അതെങ്ങനെ കിട്ടാം? സാർ ഇപ്പൊ സംസാരിച്ച കാരണമാണ് ഞാൻ അതിനെ കുറിച്ച് ചോദിക്കാൻ. അത് പലപ്പോഴും ഞാൻ പല എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ട്രെയിനിങ്ങിന് പോകും. അതായത് ഞാൻ ഈ ഇംഗ്ലീഷ് മാത്രമല്ല, ഞാനൊരു ലൈഫ് സ്കിൽസ് ട്രെയിനർ കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഹാപ്പി ലേണിംഗ് അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ ഫോർ എക്സാംസ് എന്നൊക്കെയുള്ള വിഷയത്തിൽ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ 2 ഭാഷയിൽ സംസാരിക്കും. നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിലും ഒപ്പം ഇംഗ്ലീഷിലും സംസാരിക്കും. അപ്പോൾ എൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ തനി നാടൻ ശൈലിയിലാണ് ഞാൻ സംസാരിക്കുക. അല്ലാതെ ഒരു ഫോർമൽ ലാംഗ്വേജ് ഉണ്ട്, ഒരു എന്താ പറയുക, ഇപ്പോൾ പ്രസംഗിക്കുന്ന ഒരു ഭാഷ, പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ന്യൂസ് ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു അച്ചടി ഭാഷ പോലത്തെ, അച്ചടി ഭാഷ അല്ല അത്, എങ്കിലും കുറച്ചുകൂടി അങ്ങനെയുള്ള സംസാര ഭാഷയാണ് ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റൈൽ നേരെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മലയാളീകരിച്ച് ഇംഗ്ലീഷ് അല്ല, പരമാവധി നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇംഗ്ലീഷിനോട് ചേർന്ന് നിൽക്കുന്ന ഐ വുഡ് ലൈക്ക് ടു ഗോ ദേർ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഫോർ എ വൈൽ, ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. അതങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? അതും ഇതേപോലെ നല്ല വിശദമായിട്ട് പറയേണ്ട വിഷയമാണ്. അതും ഞാൻ ബ്രീഫായിട്ട് തന്നെ പറയാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സ്പീച്ച് ഓർഗൻസ്, അതായത് നാവ്, തൊണ്ട, മൂക്ക്, അങ്ങനെ നമ്മൾക്ക് സംസാരത്തിന് സഹായിക്കുന്ന നമ്മളുടെ ബോഡിയിലെ അവയവങ്ങളെല്ലാം പരിചിതമായിരിക്കുന്നത് മലയാള ഭാഷയും മലയാളത്തിലെ വാക്കുകളുമാണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് അവിടെ പോകണം, എനിക്കൊരു ഗ്ലാസ് ചായ ആരാമോ, എനിക്ക് വയ്യ, നീ എന്താണ് ഇവിടെ, നീ എന്തുകൊണ്ട്, ഇങ്ങനെ മലയാളം വാക്കുകളും വാചകങ്ങളും പ്രയോഗങ്ങളുമായിട്ട് പരിചയമായിരിക്കുന്ന നമ്മളുടെ ഈ സ്പീച്ച് ഓർഗൻസിന് ഇംഗ്ലീഷ് അത്ര പരിചയം പോരാ.
അങ്ങനെയുള്ള നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ വാസ് ദേർ, മൈ നെയിം ഈസ് രാജ്, മലയാളത്തിന്റെ ആ ഒരു ടച്ച് അതിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. അത് വരും, ബ്രേക്ക് വരും, എടുത്ത് പറയും, വേർഡ് ബൈ വേർഡ് ആയിട്ടൊക്കെ പറയും. നമ്മൾ ഐ വാണ്ട് ടു ഗോ എന്നൊക്കെ പറയും. അതല്ല ഇംഗ്ലീഷിന്റെ ശൈലി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇംഗ്ലീഷ് മാത്രമല്ല ഏത് ഭാഷയാണെങ്കിലും ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ ശൈലി കൂടെ പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അത് പ്രത്യേകം. അപ്പം അതിന് ഒന്നാമത്തെ കാര്യം ലിസണിങ് നന്നായിട്ട് കിട്ടണം. നല്ല ഇംഗ്ലീഷ് നമുക്ക് ധാരാളമായിട്ട് കേൾക്കാൻ പറ്റണം. രണ്ട്, നമ്മൾ സിനിമ, ന്യൂസ്, അതല്ലെങ്കിൽ ഇന്റർവ്യൂസ്, അതെ, അതുപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ചിലർ ന്യൂസ് മാത്രം കേട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, അതെ, അപ്പൊ ആ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ന്യൂസ് റീഡിങ്ങിന്റെ ശൈലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാം മാറി മാറി കേൾക്കണം. പക്ഷെ കേൾക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിന് ഇംഗ്ലീഷ് പരമാവധി കേൾക്കാൻ നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയണമല്ലോ, അത് ലിസണിങ് ഓക്കെ, ഇനി അടുത്ത സ്പീക്കിംഗ് ആണ്. സ്പീക്കിങ്ങിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇവിടെ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ കുറവാണ്, റിയൽ ആയിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം കുറവാണ്. അപ്പം നമ്മൾ മനഃപൂർവ്വം ഈ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുന്ന പ്രയോഗങ്ങൾ മനഃപൂർവ്വം നമ്മൾ തന്നെ പറയും. സിറ്റുവേഷൻ ഉണ്ടാക്കണം. അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ അത് ഫീൽ ചെയ്തുകൊണ്ട്, ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെടുന്നത് നമ്മൾ മനസ്സിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം. വിഷ്വലൈസേഷൻ ഒക്കെ എടുക്കാം. വിഷ്വലൈസേഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളോട് ഒരു വെള്ളം ചോദിക്കുന്നു, അപ്പൊ നമുക്ക് വെള്ളം ചോദിക്കാനായിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ വരണം. എന്നിട്ട് അദ്ദേഹത്തോട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമെന്ന് മലയാളത്തിൽ ചോദിക്കുന്നതിന് പകരം ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ്, ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് എന്ന് പല ആവൃത്തി ചോദിക്കണം. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ ഓർഗൻസിന് അത് ഫെമിലിയർ ആവും. അതാണ്, അത് മനസ്സിൽ പറഞ്ഞാൽ പോരാ. പലരും ചെയ്യുന്നത് പഠിച്ചതിന് ശേഷം, നമ്മൾ പഠിതാക്കളാണല്ലോ, പഠിച്ചിട്ട് മനസ്സിലായി കഴിയുമ്പോൾ ഇതെനിക്ക് മനസ്സിലായി, ഇപ്പൊ മാത്സിൽ ഒരു ഫോർമുല മനസ്സിലാവുന്ന പോലെ ഇതെനിക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചിരിക്കും. അത് തെറ്റാണ്. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, മനസ്സിലാക്കി വെക്കാനേ പറ്റൂ. സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് തന്നെ, ബൈ സ്പീക്കിംഗ് വി ക്യാൻ സ്പീക്ക്. നാമത്തെ കെട്ടുവിടണം എന്ന് പറയുന്നത് അതാണ് അതിലെ പോയിന്റ്. അതുകൊണ്ട് മനഃപൂർവ്വം സാഹചര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഐ വാണ്ട് ടു ഗോ, ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഗിവ് മീ എ ഗ്ലാസ് ഓഫ്. ആരെന്ത് പറയുന്നത് നോക്കണ്ട, നമുക്ക് ആവശ്യമാണോ നമ്മൾ ചെയ്യണം. നമ്മളുടെ ആവശ്യം നമ്മൾ തന്നെ നടത്തണം. വേറെ ആരും നമുക്ക്. അത് മാത്രമല്ല, നല്ല ശബ്ദത്തിൽ പറഞ്ഞു ശീലിക്കണം. നമുക്ക് നോർമൽ ടോക്കിൽ അത്രയും വോയിസ് ചിലപ്പോ വേണ്ടി വരില്ല. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം നല്ല ശബ്ദത്തിൽ ഐ വോണ്ട് ടു ഗോ, ഐ വോണ്ട് ടു ഗോ ദേർ, ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, വേർ ഈസ് യുവർ പെൻസിൽ, വേർ ഈസ് യുവർ ഹൗസ്. അങ്ങനെ നമ്മളിങ്ങനെ പല ആവൃത്തി പറഞ്ഞു ഒരു ലെറ്റ് ഇറ്റ് ബി എ ഹാബിറ്റ് ഓഫ് യുവേഴ്സ്. നിങ്ങളുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞാൽ വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് ഓർ എ കപ്പിൾ ഓഫ് വീക്സ് യു ക്യാൻ ഗെറ്റ് ദ ചേഞ്ച്, യു വിൽ ഫീൽ ദ ഡിഫറൻസ്. അതാണ് കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ കോച്ചിങ് നമ്മൾ അത്രയും താല്പര്യമുള്ള, സീരിയസ് ആയിട്ട് അത് കാണുന്ന ആളുകൾക്ക് ഒരു മെന്ററിങ് പോലെ 1-to-1 ഒറ്റയ്ക്ക് ഇരുന്ന് അവരുടെ ലെവൽ അനുസരിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്ന ലൈവ്, അതായത് റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് കറക്റ്റ് ചെയ്യാൻ ലൈവ് ആയിട്ടുള്ള ക്ലാസ്, ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലുവൻസി കൂട്ടണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരത്തിൻ്റെ ശൈലി മാറ്റണം, നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെങ്കിൽ നമ്മുടെ രാജേഷ് സാറിനെ സമീപിക്കാം. വളരെ മനോഹരമായ രീതിയിൽ നമ്മളെ എന്താ പറയുക, കൊച്ചുകുട്ടികളെ പോലെ പഠിപ്പിച്ച് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എത്തിക്കാൻ രാജേഷ് സാറിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 10,000-കണക്കിന് കുട്ടികൾക്കും 1000-കണക്കിന് ടീച്ചർമാർക്കും 1000-കണക്കിന് പാരൻസിനും മറ്റ് വിദേശത്തുള്ളവർക്കുമായിട്ട് ഇത്രയധികം ക്ലാസ്സുകൾ നടത്താനും വിജയകരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. താങ്ക് യു സാർ. സാറിനെ പോലെ മഹത്തായ ഒരു വ്യക്തിയുമായി ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചു. എന്തായാലും താങ്കളെയും നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവിടെ കൂടിച്ചേരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മെനി താങ്ക്സ് ബൈജു സാർ. സീ യു.